കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോവുകയാണെന്നും അതിന് ഉത്തരവാദികളിലൊരാൾ രാഹുൽ ഈശ്വറാണെന്നും ഹണി റോസ് ആരോപിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറും ബോബി ചെമ്മണ്ണൂരിന്റെ PR ഏജൻസികളും ചേർന്ന് നടത്തുന്നത് സംഘടിത കുറ്റകൃത്യമാണെന്നും പരാതിയിലുണ്ട്. പരാതി സൈബർ പോലീസിന്റെ പരിധിയിൽ വരുമോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. പോലീസ് നീക്കങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹർജി നാളെ കോടതി പരിഗണിച്ചേക്കും. നിലവിൽ നാളെ ഹിയറിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർക്കുക, ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ വിമർശിക്കാം, മദർ തെരേസയെ വിമർശിക്കാം, നമ്മുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമുവിനെ വിമർശിക്കാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാം, ശ്രീമതി സോണിയാഗാന്ധിയെ വിമർശിക്കാം, നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻജിയെ വിമർശിക്കാം, എല്ലാവരെയും വിമർശിക്കാം. ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ താമസിക്കാതെ രാഹുൽ ഈശ്വറിനെയും അറസ്റ്റ് ചെയ്യാനുള്ള പ്ലാനുകളും പദ്ധതികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹണി റോസിന്റെ പരാതിയിലാണ് ഈ ഒരു നടപടിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ് അദ്ദേഹം. അവിടെ ബോബി ചെമ്മണ്ണൂർ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ദ്വയാർത്ഥമുള്ള വർത്തമാനം പറഞ്ഞു എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ്. അതോടൊപ്പം തന്നെ ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങൾ മാറി 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 ഓരോ ഇൻ്റർവ്യൂവിലൊക്കെ പോയിരുന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ടത്. അപ്പോൾ അത് പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതൊന്നും പറയാൻ പാടില്ലാത്തതായിരുന്നു. പലപ്പോഴും അദ്ദേഹം ഈ ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പലരോടും ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ഡബിൾ മീനിങ് ഉള്ള വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ഈ രാഹുൽ ഈശ്വറിനെതിരെ ഈ നടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വരാനുള്ള കാരണം ഈ നടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഉണ്ടാകുന്നു. ഇതൊക്കെ അഴിച്ചുവിടും കാരണം ഈ പറയുന്ന രാഹുൽ ഈശ്വരാണെന്നും, രാഹുൽ ഈശ്വരാണെങ്കിൽ ഈ പറയുന്ന നടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി വർത്തമാനം പറയുന്നു, മീഡിയയിൽ കയറിയിരുന്നിട്ട് പല കാര്യങ്ങളും പറയുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ രാഹുൽ ഈശ്വർ തന്നെ ചർച്ചകളിലൂടെയും മറ്റും അപമാനിച്ചെന്നാണ് ഹണി റോസ് പറയുന്നത്. നടിയുടെ പരാതി കിട്ടിയതിന് പിന്നാലെ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നു. വിഷയത്തിൽ നേരിട്ട് കേസെടുക്കണോ എന്നതിൽ നിയമോപദേശം തേടി. മറുപടി ലഭിക്കും മുറയ്ക്ക് മറ്റു നടപടികൾ ഉണ്ടാകും. ഒപ്പം ഹണിയുടെ പരാതി പ്രകാരം രാഹുൽ ഈശ്വർ നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് സെൻട്രൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോവുകയാണെന്നും അതിന് ഉത്തരവാദികളിലൊരാൾ രാഹുൽ ഈശ്വറാണെന്നും ഹണി റോസ് ആരോപിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറും ബോബി ചെമ്മണ്ണൂരിന്റെ PR ഏജൻസികളും ചേർന്ന് നടത്തുന്നത് സംഘടിത കുറ്റകൃത്യമാണെന്നും പരാതിയിലുണ്ട്. പരാതി സൈബർ പോലീസിന്റെ പരിധിയിൽ വരുമോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. പോലീസ് നീക്കങ്ങൾ മനസ്സിലാക്കിയ രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹർജി നാളെ കോടതി പരിഗണിച്ചേക്കും. നിലവിൽ കേസെടുത്തിട്ടില്ലെങ്കിലും നിയമോപദേശം കിട്ടുമുറയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പോലീസ് FIR ഇട്ടേക്കാം. ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചടുല നീക്കം തനിക്കെതിരെയുള്ള പരാതിയിലും നടന്നാൽ വേഗത്തിൽ അറസ്റ്റിലേക്ക് പോകും. ഇത് മുന്നിൽ കണ്ടാണ് രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ. എന്തുമായാലും ഏത് നേരം വേണമെങ്കിലും FIR ഇടാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ ഈശ്വറിന്റെ കാര്യം പോകുന്നത്. രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്ത്രം ഇടുന്ന കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വർത്തമാനം പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ല. ഇവിടെ ഈ പറയുന്ന ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഈ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഈ രാഹുൽ ഈശ്വർ പറയണമെങ്കിൽ ഓരോ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പള്ളികളിൽ പോകുമ്പോഴോ നമ്മൾ എങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകണമെന്നും നമുക്കൊരു ഇതുണ്ടല്ലോ. ആ രീതിയിൽ, അതായത് ഇന്ത്യൻ നിയമത്തിൻ്റെ അധീനതയിൽ വരുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ടും കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ടുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. അത് വിട്ടിട്ട് വേറൊരു വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ പുരുഷന്മാരോ ഇവിടുത്തെ വേറെ സ്ത്രീകളും ഒക്കെ ഓരോ കമൻറ്റുകൾ പറയും. അവർ പറയും ഇതെന്താണ് ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്നത് എന്ന് പറയുമ്പോൾ അവർക്കെതിരെ കേസെടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് എല്ലാവർക്കും എതിരെ കേസെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഇടുമ്പോൾ, ഈ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നിങ്ങളോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടണമെന്നുള്ളത് ഓരോരുത്തരുടെ ഓരോ അവകാശങ്ങളാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനെ ചോദ്യം ചെയ്യുകയല്ല. എങ്കിലും പൊതു സ്ഥലങ്ങളിലും ഏതൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടണം എന്നുള്ളത് ഈ പറയുന്ന നടിമാരും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യം വെച്ചിട്ട് രാഹുൽ ഈശ്വരനെ എടുത്ത് ഉള്ളിലിടാനുള്ള പ്ലാനും പദ്ധതികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ രാഹുൽ ഈശ്വർ എന്ത് ചെയ്തു? മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കി. എറണാകുളം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി ഞാൻ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലും ഇന്ത്യയുടെ നിയമ സംവിധാനത്തിലും എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. ഹണി റോസിന്റെ ഈ എനിക്കെതിരെയുള്ള പരാതിയിൽ സബ്സ്റ്റൻസ് യഥാർത്ഥത്തിൽ ഇല്ല എന്നും ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മാതയാണ്. അതൊന്നും ഞാനത് ചിരിച്ചത് പറഞ്ഞുകൊണ്ടല്ല കേട്ടോ. ആ കുട്ടിയുടെ ആ വിഷമത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നത് ചുമ്മാ ആരെങ്കിലും എഴുതി കൊടുത്തത് പറയുന്നല്ലോ ആയിരിക്കും. അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈം എന്ന വാക്കിനൊക്കെ ഭയങ്കര ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹണി റോസിന്റെ നമ്മുടെ ആ പരാതിയിൽ എനിക്കെതിരെ അന്യായമായ നടപടികൾ എടുക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. ഇന്നലെ മോൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. മോൻ്റെ ഒരുപാട് കുട്ടികൾ, ഫ്രണ്ട്സൊക്കെ 7 വയസ്സേ ഉള്ളൂ, പക്ഷേ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അപ്പം അവരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ
സംഭവിക്കാൻ സാധ്യതയൊന്നുണ്ട് കണ്ട് ഇന്നലെ തന്നെ മൂവ് ചെയ്തിരുന്നു. കോടതിയുടെ സമീപനം എന്താണെന്ന് അറിയില്ല. അപ്പം തിങ്കളാഴ്ച, അതായത് അത് നല്ല കാര്യം തന്നെയാണ്. പെട്ടെന്ന് തന്നെ അത് മൂവ് ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് വരെ നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിൻ്റെ അവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷിച്ചത് വലിയ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുവായാലും ബാക്കി നാളെ ഹിയറിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർക്കുക, ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ വിമർശിക്കാം, മദർ തെരേസയെ വിമർശിക്കാം, നമ്മുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമുവിനെ വിമർശിക്കാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാം, ശ്രീമതി സോണിയാഗാന്ധിയെ വിമർശിക്കാം, നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ വിമർശിക്കാം, എല്ലാവരെയും വിമർശിക്കാം. ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ഈ ഗ്രീൻ മാറ്റ് അത് സത്യം തന്നെയാണ്. ഇവിടെ ഹണി റോസിനെ വിമർശിച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെ പ്രശ്നങ്ങളാണ്, ഇവിടെ വലിയ വിഷയങ്ങളാണ്. പക്ഷേ അങ്ങനെ വിമർശിക്കുന്നതുകൊണ്ടല്ല ഇവിടെ വിഷയം. അവർക്കെതിരെ ഈ മോശമായിട്ടുള്ള ഈ കമൻറ്റുകൾ ഇടുക, അവരെ അങ്ങ് തരം താഴ്ത്തി വർത്തമാനം പറയുക, അവരെക്കുറിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, അവർ വീട്ടിലുള്ളവരെക്കുറിച്ച് മോശമായി പറയുക, അതിനെതിരെയൊക്കെയാണ് അവർ പ്രതികരിച്ചത്. ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ആ ഒരു രീതിക്കല്ല ഈ പറയുന്ന ഹണി റോസിനെ മോശമായി ചിത്രീകരിച്ചതിനെതിരെയാണ് ഹണി റോസ് കേസുമായിട്ട് മുമ്പോട്ട് വന്നത്. ഇവിടെ രാഹുൽ ഈശ്വറിനെതിരെ ഈ പറഞ്ഞിരിക്കുന്നത് ഡ്രസ്സിൻ്റെ ഇതാണ്. അതിനെതിരെയൊക്കെ എന്തിനാണ് കേസ് കൊടുത്തതെന്നുള്ളത് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും രാഹുൽ ഈശ്വർ ബാക്കി പറയട്ടെ. ഒക്കെ ഇട്ട് മറ്റേ മൈക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. അതിനുള്ള അവസരമില്ല. എറണാകുളം ഹൈക്കോടതിയിൽ ഈ കേസിന്റെ കാര്യങ്ങളുമായിട്ടും കൂടി ബന്ധപ്പെട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിശക്തമായി ഇതിനെ നേരിടും. ഈ നാട്ടിൽ വിമർശനം എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പുരുഷന്മാരെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിലെങ്കിലും കേസിൽ കുടുക്കി അപമാനിക്കാനും അധിക്ഷേപിക്കാനുമുള്ള ഇത്തരം നിലപാടുകളെ ശക്തിയുക്തം എതിർക്കും. അത് ഹണി റോസ് ഉറപ്പിച്ചോളൂ. ഹണി റോസിന്റെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ പരാതിയെ അതിശക്തമായി നേരിടും. ഹണി റോസിന് വിഷമമുണ്ടെങ്കിൽ വിഷമത്തിന്റെ കൂടെയാണ്. പക്ഷേ ഹണി റോസ് ഈ ആത്മഹത്യ പോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുത്. ഹണി റോസും ഞാനും ബോച്ചയും ഒക്കെ വളരെ പ്രിവിലേജ്ഡ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ബോച്ച കോടീശ്വരനായിരിക്കാം, പക്ഷേ ഹണി റോസും ഞാനും ഒക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവരാണ്. നമ്മൾ ഈ ആത്മഹത്യ എന്നൊന്നും പറഞ്ഞാൽ ഇതിന്റെ ഒരു റീച്ച് അത് വളരെ മോശമാണ്. അങ്ങനെയൊന്നും ഒരുപാട് പേര് സീരിയസ്ലി ആരും ഹെൽപ്പ് ചെയ്യാനും മറ്റൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ഫോൺ വിളിക്കുന്ന ആളാണ് ഹണി റോസ്. അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാർ ഇത്രയും ആർജവത്തോടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിലെ 99% മാധ്യമങ്ങളും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഹണി റോസിന് വ്യഥയാണ്, ഒറ്റപ്പെടലാണ്, ഏകാന്തതയാണ് എന്നൊന്നും പറയരുത്. അപ്പോൾ അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. എന്തായാലും ഹണി റോസിന്റെ ഈ കേസിനെ അതിശക്തമായി നേരിടാൻ തന്നെയാണ് നീക്കം. ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്തതുകൊണ്ട് ഹണി റോസിനെതിരെ ഒരു ഇഞ്ച് പോലും വിമർശനം കൂടില്ല, കുറയുകയുമില്ല. കാര്യം ഹണി റോസ് എനിക്കെതിരെ കൊടുക്കുന്ന പരാതിക്ക് ബേസിലല്ല ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. ഹണി റോസിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും കാണാനും പോലില്ല. എനിക്കൊണ്ട് വ്യക്തിവിരോധമൊന്നുമില്ല. നമ്മൾ രണ്ടും ഓരോ നിലപാടുകൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഹണി റോസിന്റെ ഒരു നിലപാടിനോട് എനിക്ക് യോജിപ്പുമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പാടില്ല, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ പാടില്ല. അതിൽ ഹണി റോസിനോടൊപ്പം തന്നെയാണ്. എന്നാൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് ഒരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്നും സാമൂഹിക വിമർശനങ്ങളെ ഉൾക്കൊള്ളണമെന്നും ഒരു അഭ്യർത്ഥന കൂടി ഹണി റോസിനോടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് കോടതിയിൽ കാണാം. ആ കോടതിയിൽ കാണാം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്താ പറയുന്നത്, മര്യാദകൾ വേണം. ഡീസൻസിക്ക്, ഡിഗ്നിറ്റിക്ക്, ധർമ്മവും സംസ്കാരവും നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് പറയില്ല. ഈ കയ്യിൽ മാത്രമല്ല, കാണാൻ പറ്റുന്നില്ല, കയ്യിൽ മാത്രമല്ല മനസ്സിൽ മഹാത്മാഗാന്ധിയെ പച്ചകുത്തുന്നവനാണ് ഞാൻ. അതുകൊണ്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയും. ഹണി റോസിനെ വളഞ്ഞു കിട്ടി വിമർശിക്കില്ല, വേറെ എന്തെങ്കിലും നെഗറ്റീവായി വിമർശിക്കില്ല. വിമർശനങ്ങൾ ഏറ്റവും പോസിറ്റീവും കൺസ്ട്രക്റ്റീവും ആയിരിക്കും. ഫെയർ ക്രിറ്റിസിസം ആയിരിക്കും. അത് തുടരും. ബാക്കി ബഹുമാനപ്പെട്ട കോടതി. ഇവിടെ രാഹുൽ ഈശ്വർ വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. രാഹുൽ ഈശ്വരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടെ വർത്തമാനം പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലൈംഗിക ചുവയുള്ള വർത്തമാനം പറഞ്ഞതും ഞാൻ ഒട്ടും അംഗീകരിക്കുന്നില്ല. അതിന് ഈ പറയുന്ന ഹണി റോസിന്റെ കൂടെ തന്നെയാണെന്നും പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്ത്രധാരണം, ഈ സോഷ്യലായിട്ടുള്ള എല്ലാവരും പബ്ലിക്കിൽ പോയി ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ എല്ലാവരും പറയും എല്ലാവർക്കും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറയും. എന്നാൽ ഈ പറയുന്ന ബിക്കിനി ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോവുകയോ അല്ലെങ്കിൽ അണ്ടർവെയർ ഇട്ടുകൊണ്ട് പള്ളിയിൽ പോവുകയോ ഒന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും ഒരു സംസ്കാരം എന്ന് പറയുന്നതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഈ രാഹുൽ ഈശ്വരൻ ചൂണ്ടിക്കാട്ടുന്നത്. എന്തുമായാലും ഈ കേസ് എവിടെ പോയി എത്തുമെന്നും ഈ രാഹുൽ ഈശ്വരനെ ഇനി അകത്തിടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.